ശബരിമല സന്നിധാനത്ത് നടന്ന കൊടും കൊള്ളയുടെ ഏറ്റവും വിശദമായ വിവരങ്ങളാണ് മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ വിവരങ്ങളാണ് അനന്തകൃഷ്ണൻ അല്പം മുൻപ് വരെ നമ്മളോട് സംസാരിച്ചത്. അതിൽ ഏറ്റവും പ്രധാനം 2019 നടന്ന വലിയ കൊള്ള, അതിന്റെ അതേ തിരക്കഥയിൽ 2025 ഒരു തട്ടിപ്പ് നടത്താനും പോറ്റിയും സംഘവും തീരുമാനിച്ചപ്പോൾ ഇപ്പോഴത്തെ തിരുവാഭരണം കമ്മീഷണർ ശ്രീ റെജിലാൽ, അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത്രയധികം ഉദ്യോഗസ്ഥർ, ഒരു നീണ്ട നിരയുണ്ടായിരുന്നു. ബോർഡ് അംഗങ്ങളുണ്ട്, ബോർഡ് തലപ്പത്തുള്ളവരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, ദേവസ്വം ജീവനക്കാരുണ്ട്. ഇവരൊന്നും കാണിക്കാത്ത ആത്മാർത്ഥത, അത് റെജിലാൽ എന്ന ഒറ്റ ഉദ്യോഗസ്ഥൻ, തിരുവാഭരണം കമ്മീഷണറായിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒറ്റ തീരുമാനത്തിന് പ്രകാരമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തോന്നിയ സംശയമാണ് ഇപ്പോൾ ഈ കൊടുങ്കൊള്ള ഇങ്ങനെ വെളിപ്പെടാൻ കാരണം. അതായത് ഇത് സ്വർണം പൂശിയതാണ്, ഇതങ്ങനെ ഇവിടെ വച്ച് തന്നെ, സന്നിധാനത്ത് വച്ച് തന്നെ ഇതിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് ചെന്നൈയിലേക്ക് കൊടുത്തുവിടുകയാണെങ്കിൽ കൃത്യമായി ദേവസ്വം ഉദ്യോഗസ്ഥർ അതിനെ അനുഗമിക്കണമെന്ന അദ്ദേഹത്തിന് നിർദ്ദേശമാണ്. അതിൽ പോറ്റിക്കുണ്ടായ ഒരു ദേഷ്യവും അല്ലെങ്കിൽ അതിനോട് പോറ്റി പ്രതികരിച്ചതുമാണ് സത്യത്തിൽ ഒരു ദൈവ വഴി തെളിഞ്ഞതുപോലെ ഈ കള്ളത്തരം മുഴുവൻ പൊളിഞ്ഞു കിട്ടാൻ വേണ്ടി ഒരു വഴിയായി മാറിയത് ശ്രീ റെജിലാലാണ്. അദ്ദേഹം പ്രത്യേകം അഭിനന്ദനം അറിയിക്കേണ്ട, കാരണം അത്രയേറെ ഉദ്യോഗസ്ഥർ, നമ്മൾ ഒരു ലിസ്റ്റ് ഉണ്ട്, ഈ പ്രിന്റിൽ ഒരുപാട് പേരുകളുണ്ട്. ആ പേരിലുള്ളവരൊക്കെ അവരിരുന്ന ചുമതല മര്യാദയ്ക്ക് നിർവഹിച്ചിരുന്നെങ്കിൽ ഈ കാട്ടുകൊള്ളയൊന്നും നടക്കില്ലായിരുന്നു. അതിനാണ് അത് വെളിപ്പെടാൻ അദ്ദേഹം കാരണമായി. പ്രശാന്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. പ്രശാന്ത്, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും PS പ്രശാന്ത് കഴിഞ്ഞ ദിവസങ്ങൾ വരെ അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ഞങ്ങൾക്കൊരു പങ്കുമില്ല, കാരണം 2019 പക്ഷേ ഇപ്പോൾ തിരുവാഭരണം കമ്മീഷണർ ഇത് കൊടുത്തുവിടാൻ പറ്റില്ല എന്ന് ബോർഡിനെ അറിയിക്കുമ്പോൾ ആ വിവരം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്തെത്തുക, ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവാഭരണം കമ്മീഷണറെ വിളിച്ച് അത് ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം എന്നൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഈ ബോർഡിലെ എല്ലാവരും അങ്ങനെ വിശുദ്ധരല്ലാത്തത് കൊണ്ടല്ലേ? ഇടപെടലുണ്ടായിരുന്നെങ്കിൽ, പക്ഷേ അത് 2024 തന്നെ ആവർത്തിക്കേണ്ടതായിരുന്നു. അത് തന്നെയാണ് തിരുവാഭരണം കമ്മീഷണർ ദേവസ്വം സെക്രട്ടറിക്ക് എഴുതിയ കത്തിൽ ഒരു വരി പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഞാൻ ഈ ഘട്ടത്തിൽ വായിക്കുകയാണ്. അതായത് ഈ ദ്വാരപാലക ശില്പങ്ങളുടെ കവചങ്ങളുടെ കേടുപാടുകൾ പരിഹരിക്കണമെന്ന തന്ത്രിയുടെ നിർദ്ദേശം പരിഗണിച്ച് 1/11/2024, അതായത് 2024 നവംബർ മാസം 1-ാം തീയതി ചെന്നൈയിലെത്തിച്ച് പരിഹരിക്കുന്നതിന് ബോർഡ് ഉത്തരവുണ്ടായിരുന്നു. അതായത് 2024 അങ്ങനെ തന്നെ ഇപ്പോഴത്തെ ഭരണസമിതി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രസിഡന്റായ ഭരണസമിതി 2024 തന്നെ ചെന്നൈയിലെത്തിച്ച് ഈ ദ്വാരപാലക ശില്പങ്ങൾ പാളി സ്വർണം പൂശുന്നതിനുള്ള നീക്കം നടത്തിയിരുന്നു. അതൊന്നും നടക്കാത്തതിന് കാരണം പിന്നീട് മണ്ഡലകാലത്തിലേക്ക് 15 ദിവസം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ആ കാലപരിധി ഉള്ളത് കൊണ്ട് മാത്രമാണ് അന്ന് നടക്കാതിരുന്നത്. ഞാനിപ്പോൾ പറയുന്നു, 2024 നവംബർ മാസത്തിലെ ആ ബോർഡ് ഉത്തരവ് ചെന്നൈയിലെത്തിച്ച് ദ്വാരപാലക ശില്പത്തിലെ പാളി സ്വർണം പൂശാൻ അന്ന് ബോർഡ് തീരുമാനിച്ച ആ ഉത്തരവ് ദേവസ്വം ബോർഡ് പുറത്തുവിടണം. അത് ഞാൻ മനസ്സിലാക്കുന്നത് ആ ബോർഡ് ഉത്തരവ് ഇപ്പോഴത്തെ നേതൃത്വം വളരെ രഹസ്യമായി തന്നെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഉത്തരവ് പുറത്തു വന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെയാണ് ഈ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ച് ഈ ദ്വാരപാലക ശില്പം 2019 ചെയ്തതുപോലെ സ്വർണം പൂശാനുള്ള നീക്കം നടന്നതും അതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതും. പക്ഷെ അതന്ന് മണ്ഡലകാലത്തിന് വളരെ കുറച്ച് സമയം മാത്രമുള്ളത് കൊണ്ട് നടന്നില്ല. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ ശ്രമം നടന്നത്. നേരത്തെ അനന്തൻ വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി സമീപിക്കുന്നു, തിരുവാഭരണം കമ്മീഷണർ എതിർക്കുന്നു, അതുകൊണ്ട് അത് നടന്നില്ല. അപ്പോൾ ഈ നീക്കം നടന്നതിന് 2024 ഉത്തരവ് പ്രകാരം ആ നീക്കം നടക്കേണ്ടതായിരുന്നു. 2019 സംഭവിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സംഭവിക്കേണ്ടതായിരുന്നു. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഞങ്ങൾക്കറിയില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി പുതിയ അവതാരമാണ് എന്ന വാദങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു ഓർക്കണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് അത്ര ഒരു ധാരണ ഉണ്ടായിപ്പോയില്ല എന്ന് പറഞ്ഞതാണ് ഈ 2025 സംഭവങ്ങൾ വെടിപ്പൊള്ളുമ്പോൾ. പക്ഷേ അതിനു മുൻപ് തന്നെ അയാളുടെ പക്കൽ ഇത് കൊടുത്തുവിടാൻ ആലോചിച്ച ഒരു ബോർഡും അംഗങ്ങളുമാണ്. ഇതിലേറ്റവും പ്രധാനം തിരുവാഭരണം കമ്മീഷണറുടെ ഒരു ഇടപെടലായിരുന്നു. ഏറ്റവും പ്രധാനം തിരുവാഭരണം കമ്മീഷണർ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാൻ സാധിക്കില്ല എന്നൊരു നിലപാടെടുത്തത് കൊണ്ട് മാത്രമാണ് ഇത്തവണയും അത് നടക്കാതെ പോയത്. കേവലം മുരാരി ബാബു എന്ന എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മാത്രം ചുമതലയാണ് ഇത് അല്ലെങ്കിൽ എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം തിരുവാഭരണം കമ്മീഷണർ ഇത്തവണ 2019 സംഭവിച്ചതുപോലെ ഒരു അയഞ്ഞ സമീപനം എടുത്തിരുന്നെങ്കിൽ ഇത്തവണയും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ ഈ ദ്വാരപാലക ശില്പങ്ങൾ എത്തുമായിരുന്നു. അന്നുണ്ടായതുപോലുള്ള എല്ലാ തട്ടിപ്പും അട്ടിമറിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ, ബോർഡ് നേതൃത്വത്തിന്റെ അറിവോടെ നടക്കുമായിരുന്നു. എന്തായാലും ഒരു കാര്യം, 2019 ബോർഡ് നേതൃത്വത്തിന്റെ മാത്രം ഉത്തരവാദിത്വമാണ് ഇതെല്ലാം നടന്നത് എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ ഇനി സാധിക്കില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വിജിലൻസ് റിപ്പോർട്ടിലെ ഈ ഭാഗങ്ങൾ. വിജിലൻസ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി തന്നെ ഇക്കാര്യം പറയുന്നുണ്ട്. എന്തൊക്കെയാണ് 2025
സംഭവിക്കാൻ പോയത്, സംഭവിച്ചത്, അത് എങ്ങനെ തടയപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങൾ വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു. അതായത് ഇപ്പോഴത്തെ ബോർഡ് നേതൃത്വം വിശദീകരിക്കേണ്ട കാര്യം അത് തന്നെയാണ്. ഒപ്പം തന്നെ 2024 ബോർഡ് ഉത്തരവിറക്കിയതാണ്. ആ ഉത്തരവ് എന്താണ്? ആ ഉത്തരവ് ബോർഡ് നേതൃത്വം പുറത്തുവിടാൻ തയ്യാറാകണം. അത് വളരെ കോൺഫിഡൻഷ്യലായി, രഹസ്യമായി ഇപ്പോഴും ആ ഉത്തരവ് വച്ചിരിക്കുകയാണ്. കാരണം ആ ഉത്തരവ് പുറത്തു വന്നാൽ ഇപ്പോഴത്തെ നേതൃത്വം പൂർണ്ണമായും വെട്ടിലാകും. അതറിയാവുന്നത് കൊണ്ട് തന്നെ വളരെ കുറച്ച് പേരുടെ മാത്രമേ അതിൻ്റെ കോപ്പിയുമുള്ളൂ. അപ്പോൾ 24 തന്നെ ദ്വാരപാലക ശില്പം ചെന്നൈയിൽ എത്തിച്ച് വീണ്ടും 19 ചെയ്തതുപോലെയുള്ള പ്രവൃത്തികൾ, സ്വർണം പൂശൽ, അതുപോലത്തെ അട്ടിമറികൾക്കുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കളം ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരുക്കിയിരുന്നു. അത് നടക്കാതെ പോയത് എന്തുകൊണ്ടോ ഭാഗ്യം എന്ന് കരുതിയാൽ അത് ഭാഗ്യം എന്നതിലപ്പുറത്തേക്ക് ഈ 24 നടക്കാതെ പോയത് സമയപരിധി ഉള്ളത് കൊണ്ട് മാത്രമായിരുന്നു. അന്ന് ഈ ദ്വാരപാലക ശില്പം അഴിച്ചു കൊടുത്താലും മണ്ഡലകാലം തുടങ്ങുന്നത് കൊണ്ട് തന്നെ അതിനുള്ളിൽ തിരിച്ചെത്താൻ സാധിക്കില്ല എന്ന്. അതുകൊണ്ടാണ് ഇത്തവണ വളരെ നേരത്തെ തന്നെ കന്നിമാസ പൂജ സമയത്ത് തന്നെ തുടങ്ങുകയും ഓണത്തിന് മുൻപ് തന്നെ സ്വർണം പൂശി തിരിച്ചെത്തിക്കുകയെല്ലാം ചെയ്തത്. ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവരോട് പറഞ്ഞത് ഞാൻ കൊണ്ടുപോയിക്കോളാം. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിട്ട് തന്നെ ഈ തിരുവാഭരണ കമ്മീഷണർ റജിലാൽ എതിർത്തപ്പോൾ നേരിട്ട് തന്നെ വിളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്രത്തോളം പ്രബലനാണ്, എത്രത്തോളം ഇപ്പോഴത്തെ നേതൃത്വത്തിലും മുൻകാലത്തെ ബോർഡ് നേതൃത്വങ്ങളിലെല്ലാം ഇടപെടാൻ കപ്പാസിറ്റി ഉള്ള ആളാണ്, ശക്തനാണ് എന്നത് തന്നെയാണ് ഈ റിപ്പോർട്ടെല്ലാം വ്യക്തമാക്കുന്നത്.